ശ്രീ സാബു ജേക്കബ് നമുക്കൊപ്പം ടെലിഫോൺ ലൈനിൽ ചേരുകയാണ്. ശ്രീ സാബു ജേക്കബ്, എൻഡിഎയുടെ ഭാഗമായിരിക്കുകയാണ് താങ്കളും താങ്കളുടെ പാർട്ടിയും. എന്തൊക്കെയാണ് പ്രതീക്ഷകൾ? നമുക്ക് ഈ കേരളത്തെ രക്ഷിച്ചു കൊണ്ടുവരിക എന്നുള്ള ഒരു പ്രതിജ്ഞയാണ് ഞങ്ങൾ ഇതിൽ കൂടി കാണുന്നത്. കാരണം ഓരോ ദിവസവും കേരളം പുറകോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. കേരളം ഇതുപോലെ നശിച്ചു പോകുന്നത് പ്രത്യേകിച്ച് പ്രൈം മിനിസ്റ്റർക്കും ഹോം മിനിസ്റ്റർക്കും അവർ വളരെ കൺസേൺ ആണ് ഈ കാര്യത്തിൽ. അപ്പോ ഏത് രീതിയിലും കേരളത്തെ മാറ്റിയെടുക്കണം, രക്ഷിച്ചെടുക്കണം എന്നുള്ള ആ ഒരു യജ്ഞം പൂർത്തിയാക്കുക, വികസനം ഇവിടെ നടപ്പിലാക്കുക, ഒരു വികസിത കേരളം കൊണ്ടുവരിക. ഇന്ന് കേരളത്തിലെ ജനങ്ങൾ അനുഭവിക്കുന്ന പ്രയാസങ്ങളും വേദനകളും മാറ്റിയെടുക്കുക. നമ്മുടെ യുവാക്കള് ഒരു കാരണവശാലും നമ്മുടെ കേരളം രാജ്യം വിട്ടുപോകുന്ന സാഹചര്യം ഉണ്ടാവരുത്. അത് മാത്രമാണ് ഇതിനകത്തുള്ള ഒരു ലക്ഷ്യം. തീർച്ചയായും ഈ രാഷ്ട്രീയ പാർട്ടികൾക്ക് ഒരു ബദൽ എന്ന നിലയിൽ ആ ആശയങ്ങളുമായി വന്ന പാർട്ടിയാണല്ലോ താങ്കളുടേത്. ഒടുക്കം ഒരു മുന്നണിയിലെത്തുന്ന ഒരു രാഷ്ട്രീയ പാർട്ടിയുടെ മുന്നണിയിൽ എത്തുന്നു എന്നത് നിലനിൽപ്പിന് വേണ്ടിയാണോ? ഇനി ഒറ്റയ്ക്ക് മുന്നോട്ട് പോകാൻ പറ്റില്ല എന്ന സാഹചര്യത്തിലാണോ? ഞങ്ങള് ഈ തവണ തദ്ദേശ തെരഞ്ഞെടുപ്പില് ഇന്ന് ഇന്ത്യയില്, കേരളത്തിലല്ല ഇന്ത്യയിൽ പോലും കാണാത്ത ഒരു ജനകീയ സഖ്യമാണ് LDFും UDFും PDPയും വെൽഫെയർ പാർട്ടിയും SDPA എല്ലാം ചേർന്നുണ്ടാക്കിയത്. 25 പാർട്ടികളുടെ ഒരു മുന്നണി. കേരളത്തിലെ ഒരേ വാഹനത്തിൽ തന്നെ ഇവരുടെ എല്ലാവരുടെയും കൊടികൾ വെച്ചിട്ട് പ്രചരണം നടത്തുക, പരസ്യമായിട്ട് ഞങ്ങളെ എതിർത്ത് ഒരേ ചിഹ്നത്തില് ഒരേ സ്ഥാനാർത്ഥികളെ നിർത്തി മത്സരിക്കുന്ന അപൂർവ സാഹചര്യം. അങ്ങനെയുള്ള ഒരു കൊടുങ്കാറ്റുണ്ടായിട്ട് പോലും ഞങ്ങളുടെ സീറ്റുകള് കഴിഞ്ഞ തവണത്തേനേക്കാൾ 10% കൂട്ടി. ഇതിനു മുമ്പ് 4 പഞ്ചായത്തുകൾ ഭരിച്ചിരുന്നു, ഇന്ന് 4 പഞ്ചായത്തുകൾ ഭരിക്കുന്നു. 2 പഞ്ചായത്തുകൾ ഞങ്ങൾ പ്രതിപക്ഷമായിട്ടിരിക്കുന്നു. അപ്പോൾ ഞങ്ങളുടെ നില മെച്ചപ്പെടുത്താനല്ലാതെ അങ്ങനെ ഒരു കൊടുങ്കാറ്റിൽ പിടിച്ചു നിന്ന ഒരു പ്രസ്ഥാനമാണത്. അതായത് LDFും UDFും ഇവിടുത്തെ 25 പാർട്ടികൾ ചേർന്നിട്ടും ഞങ്ങളെ ഒന്നും ചെയ്യാൻ പറ്റിയില്ല എന്നുള്ളതാണ്. അപ്പൊ ഭയം കൊണ്ടല്ല ഞങ്ങൾ കൂടിയിരിക്കുന്നത്. ഞങ്ങളുടെ NDAയുടെ ഭാഗമായിരിക്കുന്നത് ഞങ്ങൾ മുന്നോട്ട് വയ്ക്കുന്ന വികസന കാഴ്ചപ്പാടുകൾ ആശയവുമായിട്ട് യോജിച്ചു പോകുന്ന ഒരു സഖ്യവുമായിട്ട് ഞങ്ങൾ കൂടിയെന്നുള്ളതാണ്. ഈ സാധ്യത ന്യൂസ് 18 2 മാസങ്ങൾക്ക് മുൻപ് തന്നെ വാർത്ത നൽകിയിരുന്നതാണ്. അന്ന് നിങ്ങൾ നിഷേധിച്ചുവെങ്കിലും അന്ന് മുതൽ തന്നെ ഈ ചർച്ചകൾ തുടങ്ങിയിരുന്നോ? ഇതില് ഈ തെരഞ്ഞെടുപ്പ്, അതായത് തദ്ദേശ തെരഞ്ഞെടുപ്പ് നടക്കുന്നതിന് മുൻപാണ് ന്യൂസ് 18 ഇങ്ങനെ ഒരു ചോദ്യം എന്നോട് ചോദിച്ചത്. എനിക്ക് രാഷ്ട്രീയക്കാരെ പോലെ ഒരു നുണ പറയേണ്ടതോ രഹസ്യമായിട്ട് ചർച്ച ചെയ്യേണ്ട ഒരു കാര്യങ്ങളുമില്ല. ഞാൻ നടത്തിയ ചർച്ചകളെല്ലാം പരസ്യമായിട്ട് സുതാര്യമായിട്ടാണ് നടത്തിയിരിക്കുന്നത്. ഇതിനു മുമ്പ് നടത്തിയിട്ടുണ്ടെങ്കിലും എപ്പോ നടത്തിയിട്ടുണ്ടെങ്കിലും അത് പരസ്യമായിട്ട് പറയുന്നതിന് എനിക്ക് ആരെയും ഭയപ്പെടേണ്ട കാര്യമില്ല, അതിന്റെ ആവശ്യവും എനിക്കില്ല. അന്ന് ന്യൂസ് 18 ചോദിക്കുന്ന സമയത്ത് ഞാൻ ഇതുവരെ ആ സമയത്ത് വരെ, അതായത് തദ്ദേശ തെരഞ്ഞെടുപ്പ് തീരുന്നത് വരെ ഒരു BJP നേതാക്കന്മാരെയും ഒരു BJP വക്താക്കളുമായിട്ടോ ഞാൻ ചർച്ച നടത്തിയിട്ടില്ല. അതാണ് അന്ന് ഞാൻ പറഞ്ഞത്, ഇപ്പോൾ ഞാൻ പറയുന്നു. അതിനുശേഷമുണ്ടായ ഒരു ഡെവലപ്മെന്റ് ആണ് ഇപ്പൊ ഈ നടന്നിരിക്കുന്നത്. ശരി, UDF താങ്കളെ സമീപിച്ചിരുന്നോ? എല്ലാ പാർട്ടിക്കാരും നമ്മളെ സമീപിക്കുന്നുണ്ട്. കാരണം ഈ എല്ലാ രാഷ്ട്രീയ പാർട്ടിക്കാർക്കും ഏത് വിധേനയും അധികാരം നേടിയെടുക്കുക എന്നുള്ളതാണത്. അപ്പോ അധികാരം നേടിയെടുക്കാൻ വേണ്ടിയിട്ട് അവര് ഏത് ആളുകളുമായിട്ട് കൂട്ടുകൂടും, ചർച്ച നടത്തും, അത് തീരുമാനിക്കുന്നത് ഞങ്ങൾ ആശയപരമായിട്ട് CPM-ഉം LDFും സമീപിച്ചിരുന്നു അല്ലേ? CPM-ഉം സമീപിച്ചിരുന്നു. ഇങ്ങനെയുള്ള കാര്യങ്ങളൊന്നും ഇപ്പോ ഇവിടെ ചർച്ച ചെയ്യേണ്ട കാര്യമില്ല. ഇതിപ്പോ ഞങ്ങൾ ഒരു മുന്നണിയുടെ ഭാഗമായി അല്ല UDF സമീപിച്ചിരുന്നോ എന്ന് ചോദിച്ചപ്പോൾ എല്ലാവരും സമീപിച്ചിരുന്നു എന്ന് പറഞ്ഞതുകൊണ്ടാണ് ഞാൻ ചോദിച്ചത്. ഉണ്ടല്ലോ അത് ഇതിനു മുമ്പ് ഇപ്പൊ മുതലല്ല. ഞങ്ങൾ രാഷ്ട്രീയ പാർട്ടിയായിട്ട് വളർന്ന് ഞങ്ങളുടെ വളർച്ച അല്ലെങ്കിൽ ഞങ്ങളൊരു ശക്തിയാണ് എന്ന് വന്നു കഴിഞ്ഞ ആ കാലം മുതൽ പല ഘട്ടങ്ങളില് ഈ പാർട്ടികളെല്ലാവരും പല ഘട്ടങ്ങളിലും നമ്മളുമായിട്ട് ചർച്ച നടത്തിയിട്ടുണ്ട്. അതെല്ലാവർക്കും അറിയാവുന്ന കാര്യമാണ്. ഇതിപ്പോൾ ഒറ്റക്കെട്ടായി എടുത്തിട്ടുള്ള തീരുമാനമാണോ? ഞങ്ങളുടെ പാർട്ടി ഇപ്പൊ നമുക്കിപ്പോ ഏതൊരു പാർട്ടിയിലും എടുക്കുന്ന തീരുമാനം 100% അംഗങ്ങളും അംഗീകരിച്ചുകൊണ്ട് ഒരു തീരുമാനവും സാധ്യമല്ല. കുറച്ച് ആളുകൾക്ക് എതിർപ്പുണ്ട്, വിയോജിപ്പുണ്ട്.
ചിലർക്ക് അങ്ങനെയുള്ള ഇതൊക്കെ ഉണ്ടാവും. പക്ഷെ Okay. 95% ആളുകളും ഈ തീരുമാനത്തെ അംഗീകരിച്ചുകൊണ്ട് തന്നെയാണ് മുന്നോട്ട് പോകുന്നത്. ഈ വടവുകോട് പുത്തൻകുരിശ് ഗ്രാമപഞ്ചായത്തിൽ എന്തായിരിക്കും ഇനി നിങ്ങളുടെ തീരുമാനം? LDF 8 സീറ്റ്, UDF 7. 2020 പിന്തുണയോട് കൂടിയാണ് UDF ഭരിക്കുന്നത്. അവിടെ ഇനി എന്ത് തീരുമാനം ഉണ്ടാകും? ഞങ്ങളുടെ തീരുമാനത്തിൽ അതുമായിട്ടൊക്കെ അതൊക്കെ പ്രാദേശികമായിട്ടുള്ള ഒരു കാര്യമാണ്. അതൊരു നിസ്സാര ചെറിയൊരു കാര്യം മാത്രമാണത്. അവിടെ നിങ്ങളുടെ ശക്തി എന്ന് പറയുന്നത് ആ പ്രാദേശിക തലത്തിലാണല്ലോ. അല്ല, 20 വർഷക്കാലമായിട്ട് അവിടെ LDF ഭരിച്ച് ആ നാടിനെ കുട്ടിച്ചോറാക്കി കളഞ്ഞൊരു സ്ഥലമാണത്. അവിടെ ആളുകൾ ശ്വസിക്കുന്ന വിഷവായുവും വിഷവെള്ളവുമാണ് അവര് കുടിക്കുന്നത്. അത്രമാത്രം ദുരിതം അനുഭവിക്കുന്ന ഒരു നാട്, അടുത്തൊരു എൻഡോ സൾഫാനായിട്ട് മാറുന്ന ഒരു പഞ്ചായത്താണത്. അങ്ങനെ നശിപ്പിച്ചു കളഞ്ഞ ഒരു സാഹചര്യത്തില് വീണ്ടും LDF 5 വർഷവും കൂടി അവിടെ ഭരിച്ചു കഴിഞ്ഞാൽ പലരും അവിടെ അനുഭവിക്കുന്ന ദുരിതമോർത്താണ് ഞങ്ങള് ഈ പറയുന്ന UDF അവിടെ വോട്ട് ചെയ്തത്. അതിന്റെ അർത്ഥം ഞങ്ങള് അവിടെ ഒരു കണ്ടീഷനും ഉണ്ടാക്കിയിട്ടില്ല. ഒരു സ്ഥാനം ഞങ്ങൾ പിന്തുണ കൊടുത്തത് ഒരു പ്രത്യേക കാരണം കൊണ്ടാണ്. അൺകണ്ടീഷണൽ ആയിട്ട് 5 വർഷത്തേക്ക് ആ സാഹചര്യത്തിൽ മാറ്റം വന്നിരിക്കുന്നു. NDAക്കൊപ്പം നിന്നിട്ട് UDF പിന്തുണയ്ക്കുക സാധ്യമാകുമോ? എന്താണ് പ്രശ്നം? ഞങ്ങൾ അങ്ങനെ ഒരു തീരുമാനമെടുത്തത് അവിടുത്തെ പ്രാദേശികമായിട്ടുള്ള തീരുമാനമെടുത്തതാണത്. അവിടെ LDF ഭരിക്കുന്നതിനേക്കാൾ എന്തുകൊണ്ടും മെച്ചം UDF ഭരിക്കുന്നതാണ്. അല്ലെങ്കിൽ ജനങ്ങൾ വീണ്ടും കൂടുതൽ ദുരിതത്തിലേക്ക് പോകും എന്ന സാഹചര്യത്തിൽ ഞങ്ങൾ കൊടുത്തു. ഞങ്ങളെ സംബന്ധിച്ച് ജനങ്ങളുടെ ക്ഷേമമാണ് ഞങ്ങളുടെ മുന്നിലുള്ളത്. ശരി, അപ്പോൾ അവിടെ ഒരു മാറ്റം ഉണ്ടാകില്ല എന്നതാണ്. അത് ഒന്നും ഉണ്ടാവില്ല. അവർക്ക് വേണ്ട എന്ന് പറഞ്ഞാൽ വേണ്ട, അത്രയേ ഉള്ളൂ. ശരി, അവസാനമായ ഒറ്റ കാര്യം കൂടി താങ്കൾ ഈ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ മത്സരിക്കുമോ? അതൊന്നും ഇപ്പൊ തീരുമാനിക്കേണ്ട കാര്യങ്ങളല്ല. ഞാനിപ്പോ നിഷേധിക്കുന്നില്ല. അതിനുള്ള സാഹചര്യം ഉണ്ടാകുമെങ്കിൽ മത്സരിക്കും. ഇന്നലെ വരെ ഞാന് സ്വതന്ത്രമായ ഒരു പാർട്ടിയായിരുന്നു. ഇന്ന് ഒരു മുന്നണിയുടെ ഭാഗമായി വരികയാണ്. ഏത് കാര്യങ്ങളും സ്വന്തമായിട്ടുള്ള തീരുമാനം എനിക്ക് പറയാൻ സാധിക്കില്ല. അത് മുന്നണിയില് ചർച്ച ചെയ്ത് എല്ലാവരും കൂടി തീരുമാനിക്കേണ്ട കാര്യങ്ങളാണ്. ആരും മത്സരിക്കണം, ആരും മത്സരിക്കേണ്ടി വന്നാൽ മത്സരിക്കും. അങ്ങനെയൊന്നുമില്ല. അതിനൊന്നും ഞാൻ പറഞ്ഞല്ലോ, ഞാൻ മത്സരിക്കാനോ അധികാരത്തിന് വേണ്ടിയിട്ടല്ല രാഷ്ട്രീയത്തിലേക്ക് വന്നത്. ഈ നാടിനെ രക്ഷിച്ചെടുക്കുക, ഇവിടുത്തെ ജനങ്ങളുടെ കഷ്ടപ്പാട് പരിഹരിക്കുക, ആ ലക്ഷ്യം മാത്രമേ എനിക്കുള്ളൂ. അല്ലാതെ MLA ആവണം, മന്ത്രിയാവണം, അല്ലെങ്കിൽ അധികാരമുണ്ടാവണം, അങ്ങനെ ഒരു താല്പര്യമില്ലാത്ത ഒരാളാണ്. അതുകൊണ്ട് അങ്ങനെയുള്ള ആഗ്രഹങ്ങളൊന്നും ഇപ്പൊ എന്റെ മനസ്സിലില്ല. ശരി, വളരെ നന്ദി ശ്രീ സാബു ജേക്കബ് ഈ അവസരത്തിൽ ഞങ്ങളോട് സഹകരിച്ചതിന്. കൂടുതൽ വാർത്തകൾക്ക് News 18 കേരളം യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.